ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലിപ്പം ആദിലയും അക്ബറും ഷാനവാസൊക്കെ തമ്മിൽ മുട്ടനടി നടക്കുകയാണ്. കാരണം ആര്യനെ ഔട്ടാക്കിയതിൻ്റെ പേരിൽ അക്ബറും ആദിലയും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ആദ്യം ആര്യനും ആദിലയും തമ്മിലായിരുന്നു. കള്ളത്തരം പറഞ്ഞാണ് എന്നെ ഔട്ടാക്കിയെന്നും പറഞ്ഞ് ആര്യനും ആദിലയും തമ്മിൽ ഭയങ്കര അടി നടക്കുമ്പോൾ അക്ബർ അതിൽ ഏറ്റെടുക്കുന്നു. അക്ബർ പറയുന്നു ഇത് കറക്റ്റ് അല്ലായിരുന്നു, സാബുമോനും കൈമടക്കി. അപ്പോഴത്തേക്കും ആദില അക്ബറിനെ ഗെറ്റ് ലോസ് എന്ന് വിളിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞ്. ഉടനെ ആദില ഓടി ചെന്നിട്ട് ഷാനവാസിനോട് ചെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് ഓടി വന്ന് അക്ബറിനോട് ചോദ്യം ചെയ്യണു. വഴക്കായിട്ട് ചൂടായി തന്നെ സംസാരിച്ചപ്പോൾ അക്ബർ പറഞ്ഞ് ആദ്യം എൻ്റെ വീട്ടുകാരെ എന്നെ ഗെറ്റ് ലോസ് എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടുകാരെ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അതും കേട്ടിട്ട് പോയി. അപ്പോൾ ആദില ഷാനവാസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നെ എന്തിനാണ് ഇതിലോട്ട് വലിച്ചിഴക്കുന്നത്, നീ പല പ്രാവശ്യവും നിങ്ങൾ ഓരോ കാര്യത്തിന് എന്നെ വലിച്ചിഴക്കാറുണ്ട്. നെവിൻ്റെ പ്രശ്നം എനിക്കറിയാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് ഞാൻ നിങ്ങളെ ഒരു പെങ്ങന്മാരെ പോലെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് എന്നെ നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയാണെന്നറിയാം, അതിൽ നിങ്ങളാണ് എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ് ഞാനല്ലെന്ന് പറയുന്നു. പക്ഷേ അതിലാണ് ഷാനവാസിനെ ആദ്യം നോമിനേറ്റ് ചെയ്തത്. ലക്ഷ്മിയുടെ കൂടെ ചേർന്ന് ഇപ്പം ഒത്തു കളിക്കുന്നെന്നും പറഞ്ഞ് ആദിലയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ് എനിക്കറിയാം, എൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ കാല് വാരിയ കാര്യം എനിക്കറിയാം. അങ്ങനെയാണ് ഇവർ കൂടെ ഷാനവാസിൻ്റെ കൂടെ നിന്ന് കളിക്കണ്ടായിരുന്നു. കാര്യത്തിന് ഷാനവാസിന് വേണം, എന്നിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ഷാനവാസിന് മനസ്സിലായി. ഇവരുടെ ഉഡായിപ്പ് ഷാനവാസിനെതിരെ തിരിഞ്ഞ കാര്യം ഷാനവാസിന് മനസ്സിലായി. അങ്ങനെ ഷാനവാസും ആദിലയും തമ്മിൽ ലാസ്റ്റ് ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.